ഇന്ന് ഞായറാഴ്ച അല്ലേ, ആർക്കും പരിപാടിയൊന്നും ഇല്ലല്ലോ. ചൂണ്ടിടാൻ പോയാലോ? എന്നാ ഞാനൊന്ന് വീട്ടിൽ പോരാ, നിങ്ങളോടേക്ക്. എടാ, നമ്മളെ LP സ്കൂളിൽ പഠിപ്പിച്ച രാവുണ്ണി മാഷല്ലേ അവരുടെ? ഏത് മാഷി? നമ്മളെ വാമനപുരം LP സ്കൂളിലെ മാഷേ. ആടാ മാഷിനെ ഞങ്ങളെ മനസ്സിലായോ? ഞങ്ങള് മൻസൂർ, ജബ്ബാർ, ഉസ്മാൻ. പണ്ട് വാമനപുരം LP സ്കൂളിലെ മാഷ് ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് 3ാം ക്ലാസ്സിൽ. ബാക്ക് ബെഞ്ചേഴ്സ്. എനിക്ക് ഓർമ്മ അങ്ങോട്ട് കിട്ടുന്നില്ല. വിമല ടീച്ചർ പിരിഞ്ഞാ കൊല്ലോ ടീച്ചറെ ക്ലാസ്സിലേനി ഞങ്ങള്. അങ്ങനെ പറ. ഇപ്പോഴാണ് മാഷിനെ അങ്ങോട്ട് മനസ്സിലായത്. അതുമല്ല, മാഷിന് ഓർമ്മയില്ലേ ഇവൻ ക്ലാസ് എടുക്കുന്ന ഇടയിൽ കൗസറിൽ തൂറിയത്? മനസ്സിലായി. ആട്ടെ, നിങ്ങളൊക്കെ ഇപ്പൊ എന്താ ചെയ്യണേ? ഞാനിവിടെ ടൗണിൽ ഒറ്റമുറിയിൽ ടെക്സ്റ്റൈൽസ് നടത്തുന്നുണ്ട്. തുണിപ്പീടിയാന്ന് പറഞ്ഞാൽ പോരെ ജബ്ബാറാണ്. അപ്പൊ ഇയാളോ? ഞാനിവിടെ ഒരു ബനാന സ്റ്റോർ നടത്താണ്, സ്വന്തമായിട്ടാണ്. വാഴക്കൊല പീടിയാന്ന് പറഞ്ഞ പോലെ. നമുക്ക് ചിക്കൻ സ്റ്റാളിന്റെ പരിപാടിയാണ്, സ്വന്തമായിട്ടാണ്. കോഴിപ്പീടിയാന്ന് പറഞ്ഞാൽ പോരെ മൻസൂറാക്കി. എല്ലാരും നല്ല നിലയിലെത്തിപ്പോയില്ലേ? എല്ലാരും ഇല്ല, കൂട്ടത്തിൽ ഞാനെ കുറച്ച് റിച്ച്. മാഷേ, ഇയാള് നിങ്ങളെ ക്ലാസ്സുകളിലാണോ? അതെ. മാഷം നിന്നെ തോൽപ്പിച്ചതിനെ കൊണ്ടാ ഞാനിപ്പം പഞ്ചറൊട്ടിച്ചടക്കേണ്ടി വന്നു. അല്ലാണ്ട് ഇജ്ജ് പഠിക്കാഞ്ഞിട്ടല്ല. മാഷിനെ വരുന്ന ആളെ മനസ്സിലായോ? നമ്മളെ ബാലകൃഷ്ണ മാഷ മോനാണ്. ക്ലാസ്സിൽ ഏറ്റവും പഠിക്കുന്ന കുട്ടിയായിരുന്നു. എന്റെ ബാലകൃഷ്ണ മാഷ മോനാത്. മോനെന്നെ മനസ്സിലായോ? ഞാൻ രാവു. ഏത് കോത്താഴത്തിന് പൂമോനാണെങ്കിലും വേണ്ടില്ല, മാറിക്കൂടെ അങ്ങോട്ട്. മാഷെ എന്തിനു പറ്റിയ? ഓനിപ്പോ അങ്ങനെയാ മാഷേ, കള്ളും കഞ്ചാവും പൊടിയായിട്ടൊക്കെ നടക്കുക. ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയത് തോന്നിയിരുന്നു. ആ ഒരു ഇഷ്ടം എപ്പോഴും എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. മാഷിന് പെച്ചു മക്കളെ. അന്ന് ക്ലാസ് നിങ്ങളെ മാറ്റി നിർത്തി അടിച്ചത് നിങ്ങൾക്ക് വിഷമായി. അങ്ങനൊന്നും ഇല്ല മാഷേ. എന്നാ മാഷ് വരട്ടെ മക്കളെ. മാഷേ, ഞങ്ങളാരെങ്കിലും വിട്ടായിരുന്നോ? വേണ്ടടാ, ഞാൻ പോയിക്കോളാം.